ഹായ് മോമേസ്, ഞാൻ മുന്നേ ഡെലിവറി സ്റ്റോറിന്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറി ഞാൻ പെട്ടെന്ന് തന്നെ ഇടാന്നുള്ളത്. അപ്പം സെക്കൻഡ് ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞത് സെക്കൻഡ് ഡെലിവറി സ്റ്റോറി ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടും പ്രയാസവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒന്നായിരുന്നു. പക്ഷെ അതിന്റെ എൻഡ് ഓഫ് ദി റിസൾട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ളതുമായിരുന്നു. അപ്പം ഇതാണ് എന്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിയുടെ ഒരു ചുരുക്കം എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ഡെലിവറി സ്റ്റോറി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി ഡേനേക്കാളേറെ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ വല്ലാതെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർത്ത ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ അതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാരെയും പോലെ തന്നെ മൂത്ത ബേബിയുടെ മോളുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കാത്തിരുന്ന് കിട്ടിയൊന്നുമല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തു, കിട്ടി, അങ്ങനെയായിരുന്നു. അല്ലാതെ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 മാസത്തോളം ഛർദി ഉണ്ടായിരുന്നു. പക്ഷെ മൂത്തായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളം കുടിച്ചാൽ വരെ ഛർദിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ആ സമയത്തുള്ളത്. പക്ഷെ ഈ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ചില ഭക്ഷണങ്ങൾ പിടിക്കാതിരിക്കുമ്പോൾ മാത്രം ഛർദിക്കുക അങ്ങനെയായിരുന്നു. പക്ഷെ 5 മാസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് 5-ാമത്തെ സ്കാനിങ്ങിന്റെ സമയത്ത് എനിക്ക് എന്താ പറയുക, നമ്മൾക്ക് എല്ലാവർക്കും 5-ാമത്തെ സ്കാനിങ് അല്ല കേട്ടോ, അതിന് മുന്നായിട്ട് നമുക്ക് 3-ാം മാസത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്കാനിങ്, NT സ്കാനിങ്ങും അതേപോലത്തെ ഒരു ബ്ലഡ് ടെസ്റ്റും അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓണത്തിന്റെ സമയം അതുകൊണ്ടാണ് തോന്നുന്നത് ഡോക്ടർ വിട്ടുപോയി. അപ്പൊ എല്ലാവരോടും എനിക്ക് തിരികെ പറയാനുള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർക്ക് അങ്ങോട്ട് ചോദിക്കാം. എനിക്ക് ഡോക്ടർക്ക് ഒരു പേടി തോന്നുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 5-ാം മാസത്തിൽ നമ്മൾക്ക് ക്വാർട്ടർ മാർക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാം. ഡബിൾ മാർക്ക് ചെയ്യുന്നത് ക്വാർട്ടർ മാർക്കായിട്ട് ചെയ്യാം. അങ്ങനെ എനിക്ക് 5-ാം മാസത്തിൽ എഴുതി തന്ന് അത് ചെയ്ത സമയത്ത്, ബ്ലഡിലെ ടെസ്റ്റ് ചെയ്ത ആ ഒരു സമയത്ത് എനിക്ക് അതില് ഒരു കാര്യം, നമ്മുടെ ക്രോമസോമൽ പ്രശ്നമില്ലേ, അതിലൊന്നിലൊരു വേരിയേഷൻ കണ്ടു. എനിക്ക് നമുക്ക് അതിലൊക്കെ ഈസ്റ്റു ആയിട്ടാണ് വരിക. 1:2 ലാക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് 1:100 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ മീനിങ് എന്ന് പറഞ്ഞത് 100 പേരിൽ ഒരാൾക്ക് ഇത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇതേപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് അത് പഠിക്കാനോ അല്ലെങ്കിൽ അത് അറിയാനോ ഒന്നും നമ്മൾ പോവില്ല. പ്രത്യേകിച്ചും കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ അധികം പ്രഗ്നൻസി സമയത്ത് നോക്കാൻ പോവാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ച സമയത്തും ആ ഒരു ടെസ്റ്റ് ചെയ്ത സമയത്ത്, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് റിപ്പോർട്ടിൽ തന്നെ ഒരു ചെറിയ വേരിയേഷൻ ഉള്ള പോലെ ഫീൽ ചെയ്തെങ്കിൽ പോലും ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ട്രൈസോമി 80 എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു വേരിയേഷൻ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതെന്താണ് ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോസ് ഒക്കെ കൂടുതൽ കാണുകയും ഡോക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതൊന്നും കാണുന്നതിന്റെ പേരിൽ ഒത്തിരി ഹൃദയത്തിലേക്ക് എടുക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷൻസിൽ. അങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എടുത്തിരിച്ചപ്പോൾ എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ വൈകല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഉറപ്പല്ല, പക്ഷെ അതിന്റെ അനദർ ടെസ്റ്റ് ആയിട്ടുള്ള അമ്നോസിന്തസിസ് എന്നുള്ള ഒരു കാര്യം ചെയ്യണമെന്ന്. ഇത് കേട്ടത് ഒരുപാട് വിഷമായി. എന്താണ് അതിന്റെ മേലെ എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അമ്നോസിന്തസിസ് എന്താണെന്ന് അറിയില്ല. കുടലില് വെള്ളം കുത്തിയെടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സഡൻലി പോയി, പക്ഷെ വെള്ളം കുത്തിയെടുക്കുക എന്നൊക്കെ പറയുന്ന പ്രോസീജിങ്ങിൽ നിന്നൊക്കെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കി അങ്ങനെയാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു അമ്നോസിന്തസിസ് എന്താണ്, അതിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പോയി നോക്കാം. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി. നമ്മൾ 1:100 എന്ന് പറയുന്നത് 100ൽ ഒരാൾക്ക് എന്നാണ്. അതിനെപ്പറ്റി വലിയ രീതിയിൽ അറിയില്ലായിരുന്നു. പക്ഷെ ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മാസം എനിക്ക് ഭയങ്കര റെസ്റ്റ് ആയിരുന്നു. കാരണം ഇഞ്ചക്ഷൻ വഴി എടുക്കുകയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ വാട്ടറിൽ ചിലപ്പോൾ ലീക്ക് ആവാനൊക്കെ ചാൻസ്, അങ്ങനെ അതിൽ വെറും 1% അല്ലെങ്കിൽ 10% പറയുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ റെസ്റ്റ് ആയിരുന്നു. പക്ഷേ ആദ്യത്തെ റിസൾട്ട് വരാൻ 5 ഡേയ്സ് ഉണ്ടായിരുന്നു. ആ 5 ഡേയ്സ് ഞാൻ അനുഭവിച്ച ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് അത് നമുക്ക് ആരും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു. അത്രയും ഞാൻ മെന്റലി ഡൗൺ ആയിരുന്നു. ഞാൻ ഇത്രയും ഇപ്പൊ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഇതൊരു വലിയ ഘടകമാട്ടോ ഞാൻ ഇത് അനുഭവിച്ചത്. ഒരു മാസത്തിന് ശേഷമാണ് എന്റെ റിസൾട്ട് വന്നത്. 99% ഓഫ് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് കേട്ടത്. അതിനുശേഷം അങ്ങോട്ട് ഒരുപാട് പേടി മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് റിസൾട്ടിൽ 99% എന്ന് കാണുമ്പോൾ നമുക്കൊരു കുറച്ചൊരു കോൺഫിഡൻസ് വരില്ലേ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ഡെലിവറി സ്റ്റോറിലേക്ക് പോകാം. പിന്നെ എന്റെ തേർഡ് സെമസ്റ്റർ ആണെങ്കിലും വലിയ പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോയി. ഈ ഒരു റെസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ഇതിന്റെ മെഡിസിൻ ഉണ്ടായിരുന്നു, കുറച്ച് സമയത്തേക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളില്ലാതെ അങ്ങ് പോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു ഡേറ്റ്, കാരണം എനിക്ക് ആദ്യത്തെ സിസേറിയൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡും എന്തായാലും സിസേറിയൻ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം എല്ലാവരും അറിയാനുണ്ട് കേട്ടോ, ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഡെലിവറിയിൽ ഇപ്പോഴും ബി ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സിസേറിയൻ അല്ല, എനിക്കും ഒരു 4 ഇയേഴ്സ് ലേറ്റ് ആയിട്ടാണ് പിന്നുള്ളത്.
അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അധികം ട്രൈ ചെയ്യാൻ വന്നിട്ടില്ല. ഇങ്ങനത്തെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നതുകൊണ്ട് അങ്ങനെയൊന്നും ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോ നോർമൽ ഡെലിവറിക്ക് വേണമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇത്രയും ലേറ്റ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ മസ്റ്റായിട്ടും അതുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണവും ഉള്ള ഹോസ്പിറ്റലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഡോക്ടർ തന്നെ നമ്മളോട് സംസാരിക്കും അതിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു ഡെലിവറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവം അല്ലല്ലോ, കാരണം പെയിൻ വന്നിട്ട് അങ്ങനെയൊന്നുമല്ല. സെക്കൻഡ് ഡെലിവറിയാണ്, ഇത് ഓൾറെഡി ആദ്യമേ ഫിക്സ് ചെയ്താണ്. അപ്പൊ ഞാൻ അങ്ങനെ പോയി. വൈകുന്നേരം ഒരു 4 മണി ആ ഒരു സമയത്തായിരുന്നു എന്റെ പ്രഗ്നൻസി ആ ഒരു ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അവിടെ എത്തി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിക്കും, നമ്മൾക്ക് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിയേറ്ററിന്റെ അകത്തേക്ക് കയറ്റി. അതേ സമയത്ത് അവിടെ നമ്മുടെ അനസ്തീഷയുടെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ നഴ്സുമാരുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ കുറച്ച് സമയം എടുത്ത്, ലേറ്റ് ആയിരുന്നു വരാൻ വേണ്ടി, കാരണം കുറെ OP ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ വന്നു. അനസ്തീഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുത്തിയത് പറഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ലെന്ന്. പക്ഷേ ഇതിൽ അനസ്തീഷ എന്നെ ഒരു വട്ടം കുത്തി, എനിക്ക് തോന്നുന്നു അത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അവർക്ക് കുത്താൻ വേണ്ടിയിട്ട്. അവസാനം നമ്മളെ കിടത്തിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടായിരുന്നു ഇത് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട്, അസ്വസ്ഥതയാട്ടോ, നമ്മുടെ വലിയ കോടനൊക്കെ അല്ലേ. പക്ഷെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടേഴ്സ് പിന്നെ രണ്ടാമത് എന്നെ എഴുന്നേറ്റ് ഇരുത്തിയിട്ട് ബാക്കിൽ വെച്ചു, ആദ്യത്തേത് ചെയ്ത പോലെ തന്നെ. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് എഫക്ട് ആയത്. ആ സമയത്താണ് ഞാൻ ശരിക്കും അനസ്തീഷയുടെ എഫക്ട് എന്താണെന്ന് അറിയുന്നത്. ഫസ്റ്റ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ മുട്ടിനാരോ നമ്മുടെ ഇത് മുട്ടിയെടുത്ത് അടിക്കില്ലേ, അങ്ങനെ അടിച്ചിട്ട് ഫുള്ളുള്ള രീതിയിൽ തരിച്ചങ്ങോട്ട് വരും. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് എന്തോ ഒരു അടി കിട്ടിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷമാണ് പിന്നെ ഡോക്ടർ നമുക്ക് ചോദിക്കും എങ്ങനെ ഫീൽ അറിയുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഇല്ലാന്ന് പറയുമ്പോഴാണ് ഡോക്ടർ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്ടർ അങ്ങനെ അത് കീറി കുഞ്ഞിനെ എടുക്കുന്നതും അത് അനങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആ കുറച്ച് സമയം ഇങ്ങനെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രസവം ഞാൻ നിർത്തുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ സിസേറിയൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ കൂടെ തന്നെ നിർത്താൻ പറ്റും. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 3 ദിവസത്തിൽ ആയിട്ടാണ് കൊണ്ടുപോയി ചെയ്യുക, നിർത്തുന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പൊ പ്രസവം നിർത്തുകയും കൂടി ചെയ്യുന്നത് കൊണ്ട് എന്താ പറയണ്ടേ, കുറച്ച് പ്രോസസ്സിങ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും എന്താണ് നമ്മുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു പ്രയാസവും തോന്നാത്തടുത്ത് ഇവിടെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ഡോക്ടർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ സ്ഥലം ഫുൾ ഡ്രൈ ആവാൻ തുടങ്ങി. ഭയങ്കര നമ്മുടെ അവിടെ ഭയങ്കര അത് AC ഇട്ട് ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ, മൊത്തത്തിൽ തണുത്തു. അതേപോലെ തന്നെ എന്റെ ബോഡിയൊക്കെ എനിക്ക് തളയുന്ന പോലെ ഒരു ഫീല്, എനിക്ക് കണ്ണ് കാണാത്ത പോലെ ഒരു ഫീല്, എനിക്ക് എന്താ പറയാ എല്ലാം കഴിഞ്ഞ് എനിക്ക് നമ്മളിങ്ങനെ ഈ ഒരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തുപ്പലിറക്കിക്കൊണ്ടിരിക്കല്ലോ ചെയ്യാം. കുറച്ചു കഴിയുമ്പോൾ എനിക്ക് വായിലൊന്നും വെള്ളം കിട്ടുന്നില്ല, ഒട്ടും വെള്ളം കിട്ടുന്നില്ല, തുപ്പലിറക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ നമുക്ക് വരുന്നേ ഇല്ല, നമ്മളുടെ ഇതിന് ഉമിനീര് വരുന്നേ ഇല്ല. അതിനെ എനിക്കിതിപ്പം എന്താ ചെയ്യേണ്ടേ തിരിയുന്നില്ല. ഞാൻ ഇങ്ങനെ എടുത്ത് ശ്വാസം എടുക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ ചുണ്ടും വായും മുഴുവൻ ഡ്രൈ ആയി ഉമിനീര് വരുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ എന്താക്കി, കണ്ണടച്ച് ഞാൻ ശ്വാസം എടുക്കാൻ ശ്രമിച്ചു. 2 മിനിറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, കാരണം അങ്ങനെ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറയാൻ എനിക്ക് ഓക്സിജൻ ഒക്കെ കൊണ്ടുവന്ന് വെച്ചാലോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്താക്കി, ഒന്നും മിണ്ടില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാൻ 2 മിനിറ്റ് ഞാൻ സഹിക്കും, അത് കഴിഞ്ഞ് ഞാൻ പറയാന്നുള്ളത്. ആ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഞാൻ പോയി, എനിക്ക് ഇനി മുന്നോട്ടൊന്നുമില്ല, കുഞ്ഞിനൊന്ന് കാണാൻ പറ്റും തോന്നണില്ല. അങ്ങനെയൊക്കെ എന്റെ മൂത്ത മോളെ ഓർത്തുള്ള ടെൻഷൻ അതിന്റെ അപ്പുറത്തായിരുന്നു. അങ്ങനെയൊക്കെ കുറെ മാനസികമായിട്ട് എന്തൊക്കെയോ ചിന്തയിലേക്ക് പോയി. ഞാൻ ഡോക്ടർക്ക് പറയാ എന്ന് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, വിജിനായ കുട്ടി എന്നതാണ് പിന്നെ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരമല്ല കേട്ടോ, അതിന് മുന്നേ വാവ ജനിച്ചു, വാവ എന്നതാന്നൊക്കെ പറഞ്ഞു. ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതൊക്കെ പറയാണ് കേട്ടോ. അതിനുശേഷമാണ് ഇതിങ്ങനെ കൂടിക്കൂടി വന്നത്, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താട്ടോ ഇതിങ്ങനെ കൂടിക്കൂടി വന്നത്. അപ്പം എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ജിതിന കുറച്ചു നേരം കൂടി ഉള്ളൂട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് കുറച്ചൊരു ആശ്വാസമായി. എന്നിട്ട് പിന്നെ എന്താ പറയണ്ടത്, 2-3 സെക്കൻഡ് കൂടെ കഴിഞ്ഞ സമയത്തുണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി തുപ്പല് വരുന്ന പോലെ, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ ഓക്കെ എന്നുള്ള ഫീലിലേക്ക് തിരിച്ചു വരുന്ന പോലെ, അത്രയും നേരം ഞാൻ എന്ത് ഡ്രൈ ആയിട്ട് പോയോ അതെനിക്ക് തിരിച്ചു വരുന്ന പോലെ ഒരു ഫീൽ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കൂടെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള പാട്ടിലായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പ്രോസസ്സിന് തീരാനായപ്പോഴേക്കും തിരിച്ച് ബാക്കപ്പ് എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ പാനിക് ആവാതെ ഞാൻ അതിനെ, കാരണം ഇതൊക്കെ ഇതിലുള്ള ഭാഗമാണോ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഓവർ പാനിക് ഒന്നും ആവാതെ ഞാൻ കുറച്ച് ട്രൈ ചെയ്തു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ.
അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻസ് വരാൻ നമുക്ക് തീരെ പറ്റുന്നില്ല ഡോക്ടർക്ക് പറയാൻ കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഡോക്ടേഴ്സിന് ഒന്നും തിരിയില്ല. കാരണം അവർ ശരിക്കും ശ്വാസം കിട്ടാത്തതിന്റെ പ്രശ്നമാണ് എന്തോ പ്രശ്നമാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് മഷിയിളക്കിയത് കൊണ്ട് എനിക്ക് എന്റെ വാവയെ കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു എന്താ പറയുക സെക്ഷൻ ആ ഒരു സർജറിയുടെ സമയത്ത് വാവയെ ക്ലീൻ എടുത്ത പാട് എനിക്ക് കാണിച്ചു തന്നു. അതിനുശേഷം ക്ലീൻ ഒക്കെ ചെയ്ത് തുണിയൊക്കെ മടക്കി എനിക്ക് കൊണ്ടു തന്നു. എനിക്ക് ഞാൻ ഉമ്മ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രോസസ്സിങ് വളരെ വലുതായിരുന്നു. എനിക്കൊന്ന് പ്രസവം നിർത്താൻ മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2-3 ദിവസത്തേക്ക് ഫുഡ് പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്രയും ഗ്യാസിന്റെ പ്രോബ്ലം ആയിരുന്നു. അന്ന സമയത്ത് ഡോക്ടറിന്റെ ഫുഡ് തരാണ്ടിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇയാൾക്ക് ഗ്യാസ് കൊണ്ട് ഇയാളിനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഇങ്ങനെ വീർത്ത് ഗ്യാസ് വരായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, സമയം എടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണുള്ളത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് 3 ദിവസം വരെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ജ്യൂസൊക്കെ കഴിച്ചു. ആദ്യത്തെ ഒരു ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ട്രിപ്പ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ കഴിച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് എന്റെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററും ആ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ബേബി എടുത്ത് വന്നു. പിന്നെ പെയിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രസവം നിർത്തിയതും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഫസ്റ്റിനേക്കാളും ഒരു ഇച്ചിരി കൂടുതലായിരുന്നു പെയിൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അതിൽ എന്റെ സിസ്റ്റേഴ്സിന്റെ സർവീസ് ഒക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് എന്നെ നോക്കിയ സിസ്റ്റേഴ്സ് സൂപ്പറാണ്. അവരെ നമ്മൾ മാലാഖമാരെന്ന് തന്നെ പറയും. അത്ര നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ റൂമിൽ എത്തിയപ്പോഴാണെങ്കിലും അമ്മയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവരും കെയറിങ്. ഇതിലെനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഫസ്റ്റ് സമയത്ത് ഹസ്ബൻഡിനെ അറിയുന്നുണ്ടായിരുന്നില്ല എന്നെ എങ്ങനെ കെയർ ചെയ്യണം, എന്റെ കൂടെ എങ്ങനെ ഇരിക്കണം നിൽക്കണം എന്നൊക്കെ. ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെന്നെ സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് ആളോട് ഭയങ്കരമായിട്ടുള്ള താങ്ക്സ് പറയണം. കാരണം അത്രയും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് മൂത്ത മോളുള്ളത് കൊണ്ട് ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. എന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ആൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞതേ ഇല്ലായിരുന്നു. കാരണം എന്നെ എഴുന്നേൽപ്പിക്കാനാണെങ്കിലും എല്ലാത്തിനും എന്റെ കൂടെ ഹസ്ബൻഡ് തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു സപ്പോർട്ടീവ് ഭയങ്കരമായിരുന്നു. അപ്പം ഇതാണ് സെക്കൻഡ് ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ബേബിക്ക് മഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. ഹസ്ബൻഡ് വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന മൂഡ് ആ ഓൺ ദി സ്പോട്ടിലുള്ള കേട്ടോ. ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോയി കിടന്നപ്പോ തൊട്ടേ എനിക്ക് ആ ഒരു ടെൻഡൻസി വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡിപ്രഷന്റെ. കാരണം വെറുതെ കരയുക അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം മൂത്ത മോളുടെ ഒരു പ്രസൻസ് എന്തെങ്കിലും പെട്ടെന്ന് മാറി നിന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവള് കൂടെ ഇല്ലാത്തതിന്റെ. അപ്പൊ അതിന്റെയൊക്കെ പേരിൽ എനിക്ക് ഓൾറെഡി ആദ്യമേ ഒരു മൈൻഡ് ഔട്ടായ ഒരു ഫീൽ ആയിരുന്നു. അതിനുശേഷം കുറേ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് റിക്കവർ ചെയ്യാൻ. ഞാൻ എന്താ പറയാ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊരു എന്റെ ഡിപ്രഷൻ സ്റ്റോറി അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റില് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ അമ്മയും അച്ഛനൊന്നും കൂടി ഇല്ലാത്തതിന്റെ അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് എന്റെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. ആ ഒരു ഡെലിവറി സമയത്ത് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്തായാലും അറിയാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഓരോരുത്തരും ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ളത് കമന്റ് ചെയ്യാട്ടോ. അതേപോലെ തന്നെ ഡെലിവറി സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.